ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അണ്ടിപ്പരിപ്പ് ബദാം കടായി ആണ് കേട്ടോ. വെറൈറ്റി സാധനമാണ് ഇത്. നമ്മളെ വല്യാപ്പക്ക് നമ്മളെ പണ്ടത്തെ ബ്രിട്ടീഷുകാർ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. വല്യാപ്പ ഞാൻ കണ്ടില്ല, പക്ഷെ വല്യാപ്പ എനിക്ക് ആ റെസിപ്പി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളി. പൊടി സാധനം അണ്ടിപ്പരിപ്പ് ബദാം കടായിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 തക്കാളി എടുത്തിട്ടുണ്ട്, 4 വെള്ളുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കൻ, പിന്നെ കൂടി വരുമ്പോൾ പച്ചമുളക് 5-6 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 2 എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ബദാം. ഇതാണ് മെയിൻ സാധനം. നമ്മൾ മുന്നോട്ട് പോകാം. വീഡിയോസ് സ്കിപ്പ് ചെയ്യേണ്ട. അണ്ടിപ്പരിപ്പ് ബദാം കടായി ഇരുന്നെങ്കിൽ വീഡിയോ ഫുൾ കണ്ടോളി. വീട്ടിലെ കുട്ടികൾ ഉണ്ടാക്കിത്തോളി. പാറും പൊള്ളി സാധനമാണ്. ചിക്കൻ ഇങ്ങനെ നീളത്തിൽ എരിഞ്ഞിരിക്കണേ. വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ കുത്തി എടുക്കണേ. നന്നായിട്ട് ചതച്ച് കുത്തി എടുക്കണേ. ഈ നമ്മൾ തെരലിലിട്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ കിച്ചൺ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഔട്ട്ഡോർ ആണ്. പച്ചക്കറി സെക്ഷനൊക്കെ എഴുതി കഴിഞ്ഞു. ഇതിലേക്ക് കുരുമുളക് വേണം, ഏലക്ക വേണം, നമ്മുടെ കിച്ചൻ്റെ ഇഷ്ടപ്പെട്ടോ. ഇവിടെ വെളിച്ചെണ്ണ വേണം, അതേപോലെ ഗരം മസാല, ചിക്കൻ പൗഡർ, കാര്യങ്ങൾ, ഉപ്പ്, കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതോ ഇവിടെ തുടങ്ങാം. പോവും. അണ്ടിപ്പരിപ്പും ഏലക്കായ കുരുമുളക് ഇത് ചൂടാക്കി കുത്തിയെടുക്കണം. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോകാം. നെക്സ്റ്റ് ഗൈസ് ബദാം, അണ്ടിപ്പരിപ്പ്, കുരുമുളക്, ഏലക്ക ഇത് ചൂടാക്കി എടുക്കണേ. നന്നാക്കി എന്തെങ്കിലും നമ്മൾ കുരുമുളക് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ ഒന്ന് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാലേ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇനി തുടങ്ങുകയാണ് ഗൈസ്. ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബിസ്മില്ലിൽ വെളിച്ചെണ്ണ ഒഴിക്കാണ്. അപ്പോൾ ഗൈസ് വെളിച്ചെണ്ണ ചൂടാണ് നോക്കാൻ ഈ ഐറ്റംസ് കുറച്ച് വെള്ളം വാങ്ങാൻ സാധനം അടിപൊളിയായിട്ടോ. വെളിച്ചെണ്ണ നല്ല ചൂടായി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമുക്ക് സവാള ഇടാം. സവാള മൂത്ത് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടണം. സവാള മൂത്ത് വരാൻ കുറച്ച് ഉപ്പ് ഇടണം. നമുക്ക് ആദ്യം ഉപ്പ് ഇട്ടെടുക്കാം. എന്നാലേ മൂത്ത് പെട്ടെന്ന് കിട്ടുള്ളൂ. നമ്മൾ സവാള ഒന്ന് മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ഒരക്കല്ലിൽ ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് മാറിയിടുന്നു. ജസ്റ്റ് ഒന്ന് കുത്തി ഓവർ പൊടിയണ്ട. ഒരു ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ചൂടാക്കിയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഗൈസ് ഏകദേശം നമ്മൾ വാടി തുടങ്ങിയിട്ടുണ്ട്. വാടി തുടങ്ങുമ്പോൾ അത് എന്ത് ചെയ്യുക, തക്കാളി ഒന്ന് ജസ്റ്റ് നിങ്ങളൊക്കെ എറിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് കൂടെ തന്നെ നമ്മളെ ക്യാപ്സിക്കം കൂടെ മാറ്റി വെക്കണം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ഒന്ന് വാടി കിട്ടട്ടെ. ഉള്ളി തക്കാളിയൊക്കെ വാടിയിട്ടോ നോക്കാം. അയ്യോ ആവിയൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ വാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. മസാലകൾ ഇതിലേക്ക് ഇടാം. മസാലകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുക. ചിക്കൻ്റെ മസാലകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സ്പൂൺ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് നമ്മൾ ഓൾറെഡി അതിൽ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ഒരു 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കണേ. മസാലയൊക്കെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്. ഏകദേശം ഒരു 1/4 സ്പൂണ് ചിക്കൻ മസാല നമുക്ക് തട്ടി കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഏകദേശം മസാലയൊക്കെ റെഡിയായി ചിക്കൻ ഉണ്ടാകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയാണ് ക്യാപ്സിക്കൻ്റെ വരവ്. ക്യാപ്സിക്കം ഏകദേശം എന്ത് ചെയ്യുക, ഈ ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. മൂടി വെക്കാം കേട്ടോ. ഓൾമോസ്റ്റ് പരിപാടി കഴിയാനായി. ഇനി നമുക്ക് ചിക്കൻ ഇടുന്ന പരിപാടിയാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ മസാലയിലേക്ക് ഇങ്ങനെ കുത്തി അടുപ്പിച്ച് വെക്കുക. ഇനി എൻ്റെ മോനെ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ടതാ മസാലയൊക്കെ ഇങ്ങനെ പിടിപ്പിക്കണം മൊത്തമായിട്ട്. നന്നായിട്ട് ഇളക്കി മറിച്ച് ചിക്കനിലേക്ക് മസാല ഇങ്ങോട്ട് പിടിപ്പിക്കണം. ഗൈസ് നമ്മുടെ സാധനങ്ങൾ നോക്കി നമ്മൾ ചിക്കനും അതേപോലെ മസാലയും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറോളം ഇനി എന്ത് ചെയ്യണം, സ്ലോ കുക്കിൽ വേവിക്കണം കേട്ടോ. അത് വെള്ളം വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി വെള്ളം ചിക്കൻ ഇറങ്ങും.
എന്നിട്ടാണ് നമ്മളെ നായകന്മാരെ വരവ് കേട്ടോ. ബദാം അണ്ടിപ്പരിപ്പും സംഗതിയൊക്കെ അതിന്റെ മുകളിൽ തൂവി കൊടുക്കും. അതൊക്കെ സെറ്റാക്കി ലാസ്റ്റ് ഒരു കൈപ്പുണ്ട് മക്കളെ. അത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്തു കുക്കിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി വെക്കുക. വെള്ളം ഇതിലുണ്ട്, കാരണം വെള്ളം പാരണ്ട. ചിക്കനിലെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇത്രയും വെള്ളം ചിക്കനിൽ ഇറങ്ങിയിട്ടുണ്ട്. സാധനം അടിപൊളിയായിട്ടൊരു സാധനം വന്നിട്ടുണ്ട് മച്ചമാരെ. ഓ വാ എന്താ സൗണ്ട് അറിയോ. അപ്പം ഇനിയാണ് നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും വരവ് കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സായി സാധനം ഇനിയിട്ട് കൊടുക്കുക. അപ്പം അടിപൊളി സാധനം നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്താ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ബദാം അണ്ടിപ്പരിപ്പ് കടായി എന്ന് പറയട്ടോ. എല്ലാപ്പാൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മളത് കഴിച്ചു നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കണമല്ലോ. ഈ റെസ്റ്റോറൻറ്റുകളിലൊന്നും കിട്ടൂല, നമ്മളെ അടുത്ത് തന്നെ കിട്ടുള്ളൂ ഈ സാധനം. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. എരിവും മധുരവും അതേപോലെ അണ്ടിപ്പരിപ്പിൻ്റെ ഏലക്കയിൻ്റെ ഒക്കെ ഒരു സ്പൈസസിനൊക്കെ ഒരു ചൊയുള്ള ഒരു സാധനം കേട്ടോ. അപ്പം ഉണ്ടാക്കി കഴിച്ചോളി, പൊളിയായിരിക്കും.